ഹലോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൺ അതർ ദാൻ ദ കിങ് ഓഫ് ഈജിപ്റ്റ്, ദ കിങ് ഓഫ് ആൻഫീൽഡ്, മുഹമ്മദ് സലാ. സോ ഇന്നലെ അദ്ദേഹം ഒഫീഷ്യലി ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സീസൺ ആയിരിക്കും ലിവർപൂളിനുള്ളിൽ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു 9 വർഷത്തെ ലിവർപൂൾ ക്യാരിയർ. നോട്ട് ഓൺലി ഹൗ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ക്യാരിയർ അദ്ദേഹം പടുത്തുയർത്തി. അറ്റ് ദ ബിഗിനിങ് അദ്ദേഹം വളരെ സ്ട്രഗിൾ ചെയ്ത് കിലോമീറ്റേഴ്സോളം ട്രാവൽ ചെയ്ത് കോച്ചിങ്ങിന് പോയി അവിടുത്തെ ഒരു ലോക്കൽ ക്ലബ്ബിൽ കളിച്ചു. അങ്ങനെ അവിടുന്ന് ഒരു സ്വിറ്റ്സർലാൻഡ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിൽ പോയി. ആൻഡ് ഫ്രം ദർ ടു ചെൽസിയിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് പ്ലേയിങ് ലെവലില്ല, പ്ലേയിങ് ടൈം കിട്ടിയില്ല. ആൻഡ് വെരി ഹാർഡ് ടൈം. അങ്ങനെ അവിടുന്ന് അദ്ദേഹം ലോണിൽ ഫ്ലോറന്റീനെ പോകുന്നു, അവിടുന്ന് ലോണിൽ റോമെ പോകുന്നു. ആൻഡ് ഫ്രം there to Liverpool is not an easy job, and it was not an easy journey for him. It was really an historical things happened in Liverpool with him. Is എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. 240+ goals, അത് ലിവർപൂളിൻ്റെ ഓൾ ടൈം ഗോൾ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലെജൻഡ്സ് ഒരാളായി മാറാൻ സാധിച്ചു. ഫ്രം എ ഫ്ലോപ്പ്, ഒരു പ്രീമിയർ ലീഗ് ഫ്ലോപ്പിൽ നിന്നൊരു പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ആയി. It's not an easy job really. And ലിവർപൂളിന് കൂടെ ചാമ്പ്യൻസ് ലീഗ്. ആൻഡ് ആസ് എ റിയൽ മാഡ്രിഡ് ഫാൻ ഐ കാൺ ഫോർഗെറ്റ് 2018 ഫൈനൽ, റാമോസ് ഇൻസിഡൻറ്റ്. ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെൽസിക്കെതിരുള്ള സ്ക്രീമർ, 30 വർഷത്തിന് ശേഷം ലിവർപൂളിനെ പ്രീമിയർ ലീഗ് എത്തിക്കാൻ പറ്റിയതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതിൽ കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്സിൽ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു വീക്ക് സീസൺ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇതായിരിക്കും ലിവർപൂളിൻ്റെ കുപ്പായത്തിൽ. ഇതൊരു വളരെ സ്ലോപ്പി സീസൺ ആയിരുന്നു. പക്ഷേ ഈ ഇതിനൊഴിച്ച് വൺ സീസൺ വണ്ടർ എന്ന് വരെ ആൾക്കാർ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ. ബട്ട് he proved that's it. Yeah, and that's it.